ലോക്സഭയിൽ മാസ് പ്രകടനം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി സ്വയം തള്ളിമറിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതാണിപ്പോൾ പ്രതിപക്ഷ നേതാവിന് തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായത്. മതം പറഞ്ഞ് അധികാരം നേടാമെന്ന് ഗാന്ധി കുടുംബത്തിൻ്റെ പുതിയ രീതി, അവിടെയും പാളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യത്തെങ്ങു നിന്നും ഉയർന്നു കഴിഞ്ഞു. സ്വയം തള്ളി സ്വന്തമായി നാണക്കേടുണ്ടാക്കിയാണ് പ്രതിപക്ഷ നേതാവ്. കനത്ത തള്ളലാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ലോകസഭയിൽ അഴിച്ചുവിട്ടത്. വിദ്വേഷവും വെറുപ്പും തെറ്റുകൾ പ്രചരിപ്പിക്കലും അല്ല ഹിന്ദുത്വം എന്ന് പറഞ്ഞ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടി. എന്നാൽ BJP ഇക്കാര്യങ്ങൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് കടന്നാക്രമിച്ചു. ധൈര്യത്തെക്കുറിച്ചാണ് എല്ലാ മതത്തിലും പരാമർശിക്കുന്നത്, ഭയരഹിതരായിരിക്കണമെന്നാണ് സിഖിസത്തിലും ഇസ്ലാമിസത്തിലും പറയുന്നതെന്ന് രാഹുൽ ഗാന്ധി ഘോരഘോരം പ്രസംഗിച്ചു. ഇതുമാത്രമല്ല, 55 മണിക്കൂർ EDയുടെ ചോദ്യം ചെയ്യലിനൊടുവിൽ ക്യാമറ ഓഫ് ചെയ്ത ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നോട് ചോദിച്ചു, താങ്കൾ പാറ പോലെയാണല്ലേ, ഒരു കുലുക്കവുമില്ലല്ലോ എന്ന്. ലോകസഭയിൽ നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിലാണ് ഇത്തരമൊരു ആത്മപ്രശംസ. ഇത്തരത്തിൽ ആത്മപ്രശംസ നടത്തി തള്ളിയിറക്കുമ്പോൾ കൂടെയുള്ള KC വേണുഗോപാലിനെയോ കൊടിക്കുന്നിൽ സുരേഷിനെയോ കൊണ്ടോ പറയിച്ചിരുന്നെങ്കിൽ അവർക്കെങ്കിലും രോമാഞ്ചമുണ്ടായേനെ എന്നാണ് ഇപ്പോൾ ആൾ പരിഹസിക്കുന്നത്. അഴിമതി കേസിൽ ജയിലിലായ കെജ്രിവാളിനും സോറനും അടക്കമുള്ളവർക്കായി താൻ പ്രതിരോധം തീർക്കുമെന്നും അത് തൻ്റെ പ്രതിബദ്ധതയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ കണ്ട ഒരു സ്ത്രീയെക്കുറിച്ചും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. ഒരു ദിവസം രാവിലെ ഒരു സ്ത്രീ വന്ന് ഭർത്താവ് എന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് അവരെ അടിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. പ്രാതലുണ്ടാക്കി കൊടുക്കാത്തത് കൊണ്ടാണ് അവരെ അടിച്ചതെന്നായിരുന്നു മറുപടി. വിലക്കയറ്റം കാരണം നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് സ്ത്രീകൾ മർദ്ദനമേൽക്കുന്നു എന്നത് മറക്കരുത് എന്ന് അവർ എന്നോട് പറഞ്ഞു. ഇതാണ് കഥ. സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാത്ത ഭർത്താവല്ല രാഹുൽ ഗാന്ധിയുടെ കഥയിലെ വില്ലൻ. അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. ഇങ്ങനെ സ്വയം അപഹാസ്യനാവുകയാണ് പല കാര്യങ്ങളും പറഞ്ഞ രാഹുൽ ഗാന്ധി. മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമാസക്തർ എന്ന് വിളിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ രാഹുലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ ചില പ്രസ്താവനകൾ സഭാരേഖകളിൽ നിന്ന് തന്നെ ഒഴിവാക്കേണ്ടി വന്നു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയാണ് ഇങ്ങനെ വാവിട്ട് നാക്കിനെല്ലില്ലാതെ ഒരുപാട് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. മാത്രമല്ല, നിർഭയത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്ന് കാണിക്കാൻ രാഹുൽ മുഹമ്മദ് നബിയെ ഉദ്ധരിച്ചു. അദ്ദേഹം പറഞ്ഞു, ശിവൻ, ഗുരുനാനാക്ക്, യേശുക്രിസ്തു എന്നിവരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുമതം, ഇസ്ലാം, സിഖ്, ക്രിസ്ത്യൻ മതം, ബുദ്ധമതം, ജൈനമതം എന്നിവയെ പരാമർശിച്ച് നിർഭയത്തിൻ്റെ പ്രാധാന്യത്തിന് അടിവരയിടുന്നു എന്നുവരെ പറഞ്ഞു. എല്ലാ മതങ്ങളും മഹാന്മാരും ഭയപ്പെടരുത്, മറ്റുള്ളവരെ ഭയപ്പെടുത്തരുത് എന്ന് പറയുന്നതായും പ്രസ്താവിക്കാൻ ശിവന്റെ ഗുണങ്ങളെയും ഗുരുനാനാക്ക്, യേശുക്രിസ്തു, ബുദ്ധൻ, മഹാവീർ എന്നിവരെ പഠിപ്പിക്കലുമൊക്കെ രാഹുൽ ഗാന്ധി വലിയ ചർച്ചാ വിഷയമാക്കി. എന്നാൽ ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയത് സ്പീക്കറായ ഓം ബിർള എതിർക്കുകയുണ്ടായി. പ്ലേ കാർഡുകൾ ഉയർത്തുന്നത് റൂൾസിനെതിരാണെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണഘടനയ്ക്കെതിരെ നിരന്തരം ആസൂത്രിതമായ അക്രമം നടത്തുകയാണ് രാഹുൽ. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായുള്ള ആക്രമണത്തെ ചെറുത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ രാജ്യത്ത് നടക്കുന്നു എന്നായിരുന്നു രാഹുൽ വീണ്ടും ഘോരമായി പ്രസംഗിച്ചത്. എന്നാൽ രാഹുലിൻ്റെ ഹിന്ദു പരാമർശത്തിൽ പ്രതിഷേധിച്ച് ഗുജറാത്ത് കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച് VHP പ്രവർത്തകർ അവരുടെ പ്രതിഷേധമറിയിച്ചു. രാഹുലിൻ്റെ പോസ്റ്ററുകൾ വികൃതമാക്കുകയും അവയിൽ മഷി തേക്കുകയും ചെയ്തു. സംഭവത്തിൻ്റെ വീഡിയോ VHP പങ്കുവയ്ക്കുകയും ചെയ്തു.